SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പ്രസംഗത്തിൽ കേസെടുക്കാൻ കഴിയില്ല എന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചു. മലപ്പുറം ചുങ്കത്തറയിൽ നടത്തിയ വിവാദ പ്രസംഗത്തിലാണ് പോലീസ് നേരത്തെ നിയമോപദേശം തേടിയത്. വെള്ളാപ്പള്ളി നടേശൻ വർഗീയ പരാമർശം നടത്തിയെന്നതിൽ പ്രസംഗത്തിൽ നിന്ന് അത് വ്യക്തമല്ല എന്നാണ് ഇപ്പോൾ പോലീസിന് നിയമോപദേശം ലഭിച്ചത്. 8 പരാതികളാണ് എടക്കര പോലീസിൽ ലഭിച്ചിരുന്നത്. അതിലാണ് നിയമോപദേശം തേടിയത്. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകും. വിപിൻ, എന്താണ് ഇക്കാര്യത്തിൽ പോലീസിന്റെ നിലപാട്? കേസെടുക്കേണ്ടതില്ല എന്നതാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം, അല്ലേ? അതെ, വിജയകുമാർ, വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് മലപ്പുറം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ യൂത്ത് ലീഗിന്റെ അടക്കം പരാതികൾ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇതിൽ നിയമോപദേശം തേടിയത്. ഈ നിയമോപദേശ പ്രകാരം കേസെടുക്കാൻ ആകില്ല എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്. കാരണം വെള്ളാപ്പള്ളി നടേശൻ വർഗീയ പരാമർശം നടത്തി എന്നുള്ളതിൽ പ്രസംഗത്തിൽ വ്യക്തതയില്ല എന്നുള്ളതാണ് ഈ നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ അല്ലെങ്കിൽ ഒരു വർഗീയ പരാമർശം നാട്ടിൽ അത്തരത്തിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രസംഗം അദ്ദേഹം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ നിയമോപദേശം ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒരു മതത്തെ എടുത്തു പറയുകയോ അല്ലെങ്കിൽ ഒരു കലാപത്തിനുള്ള ഒരു ആഹ്വാനമോ അത്തരത്തിലൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ വർഗീയ പരാമർശം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ കണ്ടെത്തൽ. അത്തരത്തിലുള്ള ഒരു നിയമോപദേശമാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ അതിൽ കേസ് ഉണ്ടാകില്ല എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാവുകയുമാണ്. 8 പരാതികളാണ് എടക്കര പോലീസിൽ മാത്രം ലഭിച്ചത്. 8 പരാതികളിൽ ഇപ്പോൾ ഈ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തീർപ്പാക്കുമല്ലോ. കേസെടുത്ത് ഇനിയിപ്പോൾ അതിൽ തുടർ നടപടിയിലേക്ക് ഈ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോകാൻ സാധ്യതയില്ല, അല്ലേ? അതെ, തുടർ നടപടികൾ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അത്തരത്തിലുള്ള സൂചനകളുമാണ് വരുന്നത്. കാരണം അത് എടുക്കണമോ എന്നുള്ളതാണ് നിയമോപദേശം തേടിയത്. അപ്പോൾ അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം വർഗീയ പരാമർശം നടത്തി എന്നുള്ള പരാതിയായിരുന്നു യൂത്ത് ലീഗിന്റെയും അടക്കം ഭാഗത്ത് നിന്ന് വിവിധ രാഷ്ട്രീയ സംഘടനകൾ ഇത്തരത്തിൽ പരാതി നൽകിയിരുന്നു. അപ്പോൾ അതിൽ നിയമോപദേശം തേടുകയായിരുന്നു. നാട്ടിൽ ഒരു കലാപം ഉണ്ടാക്കാൻ വർഗീയ പരാമർശം നടത്തി എന്നുള്ളതായിരുന്നു പരാതി ഉണ്ടായിരുന്നത്. ആ പരാതിയിലാണ് നിയമോപദേശം തേടുകയും ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് മലപ്പുറം ഒരു രാജ്യമായി നിൽക്കുന്നു, പ്രത്യേക ആളുകളുടെ ഒരു സംസ്ഥാനമായിട്ട് നിൽക്കുന്നു. ഇവിടെ ഈഴവർക്ക് ഒരു തരത്തിലുമുള്ള നീതി ലഭിക്കുന്നില്ല. തൊഴിലുറപ്പ് മാത്രമേ ഇവിടെ ഈഴവർക്കുള്ളൂ. ഒപ്പം തന്നെ വോട്ടുകുത്തി യന്ത്രങ്ങളാണ് മലപ്പുറത്തെ പിന്നോക്ക വിഭാഗം. സംഘടിച്ച് വോട്ട് ബാങ്കായി നിൽക്കാത്താണ് ഈ അവഗണനയ്ക്ക് കാരണം എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പേരെടുത്ത് പറഞ്ഞില്ല എന്നുള്ളത് കൂടിയാണ് ഈ നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. ADGP ലോ ആൻഡ് ഓർഡറിന് 5 പരാതികൾ ലഭിച്ചിരുന്നു. അതുകൂടി എടക്കര പോലീസിലേക്ക് കൈമാറിയിരുന്നു. അങ്ങനെയാണ് എടക്കര പോലീസിൽ മാത്രം 8 പരാതികൾ. എടക്കര പോലീസിന് ലഭിച്ചത് 8 പരാതികളാണ് ആകെ. ആ 8 പരാതികളിലാണ് ഇപ്പോൾ നിയമോപദേശം തേടിയത്. കേസെടുക്കാൻ കഴിയില്ല എന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ പരാതികൾ പോലീസ് തന്നെ തീർപ്പാക്കും. തുടർ നടപടിയിലേക്ക് പോകാൻ സാധ്യതയില്ല എന്നാണ് ഞങ്ങളുടെ മലപ്പുറം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്.